വെച്ച കോഴിന്റെ മണം. ബോസ് തലയിൽ മുണ്ടിട്ടോടിക്കോ, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ബോസ് എല്ലാരും കൂടി എടുത്തിട്ട് ഉടുക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിങ്കി, നീ ആദ്യം കാര്യം പറ, എന്നിട്ട് ഞാൻ തലയിൽ മുണ്ടിടണോ അതോ നിന്നെ കൊണ്ട് ഞാൻ തലയിൽ മുണ്ടിടിക്കണോ എന്ന് ആലോചിക്കാം. പറ, എന്താണാവോ നമ്മുടെ ഇപ്പത്തെ പ്രശ്നം? അല്ല, അതിലെന്താ ഇപ്പൊ സംശയം? ബോസ് തന്നെ മുണ്ടിട്ടോടും. ഞാൻ എന്തിനാ മുണ്ടിട്ടോടണം? കാരണം ബോസ് അല്ലേ പേട്ടൻ ഫാൻ. പിന്നെ എന്ത് പറയാ? നോട്ട് പേട്ടൻ, ദിലീപ് ഏട്ടൻ. പേട്ടൻ തന്നെ, പേട്ടൻ തന്നെ. ദിലീപ് ഏട്ടൻ എന്ന് പറ. പേട്ടൻ, ദിലീപ് പേട്ടൻ, മതിയാ പേട്ടൻ. എന്ത് പറഞ്ഞാലും ബോസ് നല്ല പണി വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെന്നാണ് ഇപ്പൊ രക്ഷപ്പെട്ടോ. ഇപ്പൊ പോയി കഴിഞ്ഞാൽ വല്ല കാളവണ്ടിയെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ നടന്നു പോകേണ്ടി വരും. ബോസ് ഇപ്പൊ തലയിൽ മുണ്ടിട്ട് ഓടാനുള്ള കാരണം കൂടി പറ. അല്ല, ഈ പേട്ടന്റെ ഒരു സിനിമ പോലും ഹിറ്റ് ആവണില്ലല്ലോ ഇപ്പൊ. അതാണല്ലോ ഇപ്പൊ ചരിത്രം. എന്താ? അല്ല, ഈ പേട്ടന്റെ സിനിമ ഇപ്പൊ ഹിറ്റ് ആവുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഉണ്ടായോ? പിന്നെ അങ്ങനെ ഉണ്ടായില്ല. അല്ല, ദിലീപേട്ടന്റെ പടം എല്ലാം ഈ 8 നിലയിൽ പൊട്ടിയിരിക്കല്ലോ. നല്ല ഹിറ്റായി ഓടുമെന്ന് പറഞ്ഞ സിനിമ പോലെ എത്ര നിലയിൽ പൊട്ടി എന്ന് ദൈവം തമ്പുരാന് പോലും അറിഞ്ഞുകൂടാ. പിങ്കി, നീ ഈ 2K കിഡല്ലേ? അങ്ങേരുടെ പൊട്ടനായി എന്ന് പറയാൻ ഒന്നും ആയിട്ടില്ല. പൊട്ടാനായെന്നൊന്നും പറയാൻ നീ വളർന്നിട്ടില്ല പിങ്കി. കാരണം ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും പറ്റാത്ത ബോക്സ് ഓഫീസ് കളക്ഷൻ ദിലീപ് ഒറ്റയ്ക്കാണ് നേടിയിട്ടുണ്ടായിരുന്നത്. തന്നെ. ഓക്കെ, അത് മാത്രല്ല മീശമാധവൻ, CID മൂസ, കല്യാണരാമൻ, അങ്ങനെ എല്ലാ സിനിമകളും ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്ന സിനിമയാണ്. ജനപ്രിയ എന്ന് പറഞ്ഞ എന്നാ സുമ്മാവാ എന്റെ പൊന്നു മോളെ. ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ഒരു വികാരമായിരുന്നു. ജനപ്രിയ എന്ന് പറഞ്ഞ ആരാ? അതൊക്കെ പണ്ട്. ഇതിപ്പോ കാലം മാറി. ഇപ്പൊ കാലവും മാറി, എല്ലാം മാറി. കൊടുത്ത കൊല്ലത്തും കിട്ടുന്നുള്ള അവസ്ഥയിലായി. കേട്ടോ പിങ്കി? അല്ല, സോറി, കേട്ടോ ബോസേ? ക്യാരക്ടർ മാറുന്നുണ്ട്. അല്ല, ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതെന്നൊക്കെ കേട്ടു എന്നും പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെ വെറുത്തു തുടങ്ങിയതും എന്നും ഞാൻ കേട്ടു. ദിലീപിന്റേതായി തുടങ്ങിയ അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം വലിയ പരാജയമായിരുന്നല്ലോ. വലിയ പരാജയം എന്ന് പറയാൻ പറ്റൂല, 8 നില പൊട്ടിയതായിരുന്നല്ലോ ബോസേ. അയ്യോ, എനിക്ക് മനസ്സിലായി. നിനക്കൊരു അബദ്ധം പറ്റുമെങ്കിൽ എനിക്കും പറ്റും. ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ഈ മെയ് 9 തിയേറ്ററുകളിൽ എത്താൻ പോവാണ്. ഞാൻ അറിഞ്ഞു. ആരാധകരെല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമയാണത്. ദിലീപിന്റെ 150ാമത്തെ ചിത്രമാണത്. ഒരു വർഷത്തിന് ശേഷം എത്തുന്ന ദിലീപ് ചിത്രം എന്ന പ്രത്യേകതയും ആ ചിത്രത്തിനുണ്ട്. മറ്റേ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബ്ബബ്ബ എന്ന ചിത്രം മിക്കവാറും ബബ്ബബ്ബ അടിക്കേണ്ടി വരും. ആ ചിത്രവും ദിലീപിന്റെ പുറത്തു വരാനുള്ളതാണ്. പിന്നെ ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് ഈ ചിത്രങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. കാരണം ദിലീപിന്റെ തിരിച്ചുവരവനായി ആരാധകർ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഫാമിലി. നമ്മളല്ല. ഇനി മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുള്ള ലിസ്റ്റുള്ള താരങ്ങൾ ഒരാളാണ് ദിലീപ്. അത് നീ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ മറ്റൊരു താരത്തിന് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള നിരവധി വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചത്. എടി മായാമോഹിനി, ചാന്തുകൊട്ട്, എടി കണ്ടിട്ടില്ലടി? ബിഗ് ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ബാന്ദ്ര, തങ്കമണി, പവി കെയർ ടേക്കർ ഇവയെല്ലാം തിരിച്ചടി നേരിട്ടില്ലേ? ഇനി എന്ത് വേണം? കേസിനും വിവാദത്തിനു ശേഷം ദിലീപിന് ഒരു സിനിമ പോലും വേണ്ടത്ര വിജയം നേടിയ അറിയാലോ. എന്തുകൊണ്ട്? തളർത്താൻ ശ്രമിക്കുന്നതാണ്. ആളെ വെച്ച് തളർത്താൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ തളർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പേട്ടൻ ഫാൻസ് ഒക്കെ തളർന്നു പോകുന്നത്. പിന്നെ പരാജയമൊക്കെ അതൊക്കെ എല്ലാ താരങ്ങൾക്കും ഉണ്ടാവും. നമ്മുടെ ലാലേട്ടൻ ചിത്രങ്ങളൊക്കെ എല്ലാം പൊട്ടി 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 വരില്ലായിരുന്നോ? ഇപ്പോഴല്ലേ രാശി തെളിഞ്ഞത്? അത് മാത്രമാണോ? മഞ്ജുവിന്റെയും ഹിറ്റ് ചിത്രമൊന്നും ഇല്ലല്ലോ ഈ അടുത്ത കാലത്തൊന്നും. എമ്പുരാൻ ഇറങ്ങിയ ശേഷം മഞ്ജുവിനൊരു കൊഞ്ഞനം കാണിക്കുന്ന ഇവരെ സ്ഥിരം തിരിച്ചാണ് പറയാനുള്ളത്. ദിലീപിന്റെ കാര്യത്തിൽ മാത്രം ദിലീപിന്റെ സിനിമ ദിലീപ് ഇങ്ങനെ ചെയ്തു, ദിലീപ് അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി പൊട്ടി. ബാക്കി ഒരു താരത്തിനും പൊട്ടിയില്ലെങ്കിലും അവര് ജാഗ്യം. അല്ല, ഞാൻ പറയാൻ വന്നത് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഏത് ചിത്രം? പ്രിൻസ് ആൻഡ് ദി ഫാമിലി. ആ പ്രിൻസ് ആൻഡ് ദി ഫാമിലി സിനിമയെ കുറിച്ചാണ് ഇപ്പൊ പറയണത്. സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ലഭിച്ച വിവരം കഴിഞ്ഞ ദിവസം ദിലീപ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. കണ്ടോ? അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നും. എന്നാൽ ഈ പോസ്റ്റിന് താഴെ ദിലീപിനെ വിമർശിച്ചും അനുകൂലിച്ചുമുള്ള നിരവധി കമന്റുകൾ കണ്ടായിരുന്നു. മഞ്ജു വാര്യരെ ഓർമ്മിപ്പിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസ് പരാമർശിച്ചും ദിലീപിന്റെ സിനിമ തെരഞ്ഞെടുപ്പുകളെ വിമർശിച്ചുമെല്ലാമാണ് കമന്റുകൾ.
എന്ത് പറയാനുണ്ട്? ഒന്നും പറയാൻ. അതുകൊണ്ട് പഴയ വീഞ്ഞ് പോയി മറ്റേ എന്തോന്ന് പറഞ്ഞാല് പഴയ വീഞ്ഞ് അത് അറിയാം. അപ്പം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയില്ലെന്നും ന്യൂ ജനറേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയില്ല. മനസ്സിലായി? ആദ്യം അറിഞ്ഞു പഠിക്കടി. ഒരു കമന്റ് നിൽക്കുന്നത്. ഞാൻ ബോസിന് അത് അറിയാമോ എന്ന് ഞാൻ ചെക്ക് ചെയ്തതല്ലേ, അപ്പൊ അറിയാലോ. ഞാൻ ഉദ്ദേശിച്ചത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയാലൊന്നും ന്യൂ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യുകയില്ല. വെറൈറ്റി വേണം, വെറൈറ്റി. ദയവായി നല്ല കഥയുള്ള കോമഡി എന്റർടൈൻമെന്റിൽ ഫോക്കസ് ചെയ്യൂ, വിജയം ഉറപ്പാണ്. ബാന്ദ്ര, തങ്കമണി പോലുള്ള മണ്ടത്തരങ്ങൾ ഒഴിവാക്കൂ പ്ലീസ് എന്നാണ് മറ്റൊരാൾ കമന്റിൽ പറഞ്ഞിരിക്കുന്നത്. വേറൊരു കമന്റും കൂടി ഉണ്ട്. ഈ സിനിമയിൽ താങ്കൾ അഭിനയം മാത്രം നടത്തിയിട്ടുള്ളൂ എങ്കിൽ വിജയിക്കും, അല്ലാതെ പോയി സംവിധാനവും സ്ക്രിപ്റ്റും മാറ്റലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയും വേണ്ട, പറയുന്നതിൽ ഒന്നും തോന്നരുത് എന്നായിരുന്നു വേറൊരാളുടെ കമന്റ്. വേറൊരു കമന്റും കൂടി ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കറ ഏത് കടലിൽ കൊണ്ട് കഴുകിയാലും മാറില്ല. പാവം മഞ്ജു ചേച്ചിയുടെ കണ്ണുനീരിന്റെ ശാപമാണ് നിങ്ങളുടെ പടം OTTക്ക് എടുത്താൽ തന്നെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കും. ഇങ്ങനെ പോകുന്നു മറ്റു കമന്റുകളൊന്നും നമുക്ക്. അപ്പൊ പിന്നെ ഏകദേശം മനസ്സിലായില്ലേ. അതേസമയം ഇത്തരം കമന്റുകളൊന്നും ദിലീപ് പ്രതികരിച്ചിട്ടില്ല എന്നും ഞാൻ ചില റിപ്പോർട്ടുകൾ വായിച്ചിരുന്നു. ഇനി ഞാൻ ഉത്തരം നൽകിക്കോട്ടെ മാഡം? പറ. ഈ കമന്റിനോടൊന്നും ദിലീപ് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞതിൽ നിന്നും തുടങ്ങാം. ദിലീപിന് ഇത്തരമുള്ള വൃത്തികെട്ട കമന്റുകൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ രോമത്തിൽ പോലും ഏൽക്കാത്ത ഇത്തരത്തിലുള്ള കമന്റുകൾക്ക് മറുപടി നൽകാൻ സമയമില്ല. സിനിമ ഒന്ന് ഇറങ്ങിക്കോട്ടെ. പിന്നെ ദിലീപിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ആരാധകരും ആ പോസ്റ്റിന് താഴെ ഉണ്ട് എന്നുള്ളൊരു ഒരു കുറവില്ല. എടി 150%, 50%, 50%അല്ല, ഒരു 100-ല് ഒരു 90%, 50% കുറയും, വീണ്ടും കുറയും. അങ്ങനെയൊന്നുമില്ല, അത് നീ പറയുന്നത്. എടി 90% ആരാധകർ. ദിലീപിന് എത്ര ആരാധകരല്ല, ദിലീപേട്ടനെ കല്ലെറിയാനുള്ള ആൾക്കാരെന്ന് കൂടി പറ. ബാക്കി 10% എങ്ങാനും ഉണ്ടാവും വിമർശകര്. അതിലൊന്നും 10% ആരാധകരും 90% കല്ലെറിയാനുള്ള. നീ പറഞ്ഞ കുഴപ്പമില്ല എടി. പക്ഷേ ഇതിൽ വന്ന കമന്റ് ഞാൻ പറഞ്ഞുതരാം. താങ്കളെ താങ്കളുടെ വളർച്ചയെ പകയോടെ നോക്കി കണ്ട പലരും ചേർന്ന അധികാര പിൻബലത്താൽ താങ്കളെ കുറ്റാരോപിതനാക്കി എന്നാണ് പറയുന്നത്. മാത്രമല്ല, എന്റെ മനസാക്ഷിയല്ല, എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ചെയ്ത് സ്വന്തം ജീവിതം കളയാൻ മാത്രമുള്ള ഒരു വിഡ്ഢിയല്ല ദിലീപ്. അതേത് ഒരു ചെറിയ കുഞ്ഞിനോട് പോലും ചോദിച്ചാൽ മനസ്സിലാവും. കാരണം ദിലീപ് കയറി വന്നത് എങ്ങനെയാ, മിമിക്രി കലാകാരനായിട്ടാണ് കയറി വന്നത്. അദ്ദേഹം മോളെ മാത്രമല്ല, അതും സൂപ്പർ സ്റ്റാറുകൾക്ക് മേലെ സൂപ്പർ ഹിറ്റുകൾ നൽകുന്ന മോസ്റ്റ് വാല്യുബിൾ അൾട്ടിമേറ്റ് സ്റ്റാർ ആയ ദിലീപ് താങ്കൾക്ക് പറ്റിയ പിഴവ് വ്യക്തിത്വമില്ലാത്തവരെ സുഹൃത്തുക്കളായി വിശ്വസിച്ചതാണ്. ഞാനും നാളെ ദിലീപ് ഏട്ടൻ നിരപരാധി എന്ന് കോടതി വിധിക്കും. താങ്കൾ തിരിച്ചുവരും, പടങ്ങൾ ചെയ്യും, സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കും. താങ്കളെ ദ്രോഹിച്ചവർ 2 പേർ ഇന്ന് പൊതുജനത്തിന്റെ മുന്നിൽ രാജ്യദ്രോഹികളാണ് മകളെ. മാത്രമല്ല, അതാണ് താങ്കൾ നിരപരാധി എന്ന് ദൈവം വിധിച്ച് അപരാധികളെ കുറച്ച് മാത്രം വൈകി ശിക്ഷിച്ചത്. മാത്രമല്ല, സൗഹൃദങ്ങൾ എപ്പോഴും 3-ാം കണ്ണുകൊണ്ട് കാണണം. 2 കണ്ണും കാണാത്തത് 3-ാം കണ്ണ് കാണും. അത് നമ്മുടെ മനസ്സിന്റെ കൂർവ ബുദ്ധിക്ക് അപ്പുറമുള്ള ഒരു ചെറിയ ട്രിക്ക് എന്നാണ് ഈ നാടിനെ പിന്തുണച്ചുള്ള ആരാധകർ പറയുന്നത്. മനസ്സിലായോ എടി? ഇത്രയും വലിയൊരു കമന്റ് ഇടണമെങ്കിൽ ഈ ജനങ്ങൾക്കൊക്കെ ദിലീപിനെ കുറിച്ച് അറിയില്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പിന്നെയും കുറച്ച് കമന്റുകളുണ്ട്. നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, എവർഗ്രീൻ ദിലീപേട്ടൻ എന്ന് മറ്റൊരു ആരാധകരും പറയുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി. ഇന്നലെ ബോസ് കുറെ നേരമായിട്ട് കാണാനിരുന്നപ്പോ ഞാൻ എവിടെയെന്ന് ചോദിച്ചപ്പോ ബോസ് എന്തോന്ന് പറഞ്ഞ, ഞാൻ ഉറങ്ങുമായിരുന്നു എന്നല്ലേ. എനിക്കിപ്പോ മനസ്സിലായി, പാതിരാത്രി ഏതൊക്കെയോ ഡിക്ഷണറി കുത്തിപ്പൊളിച്ച് കുറെ കടുകട്ടി വാക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല എന്ന് ബോസ് മനസ്സിലാക്കിക്കോ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്, അതറിയാലോ. ആ സംഭവത്തിന് ശേഷം നടന്റെ സിനിമകളെല്ലാം കനത്ത പരാജയമാണ് രുചിച്ചത്, അതറിയാലോ. അറിയാം. അപ്പൊ പിന്നെ ദിലീപിന്റെ സിനിമ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ദിലീപിന്റെ തിരിച്ചടി എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. പലരും മലയാള സിനിമയിലെ മാറ്റം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദിലീപിന് സാധിച്ചില്ലെങ്കിൽ ഇനി ഒരു തിരിച്ചുവരവൻ അദ്ദേഹത്തിന് സാധ്യമാകില്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. ആ ചിലരെ ഞങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുന്നു. ഇങ്ങനെ വെട്ടി
ചിത്രം വൻ വിജയം ആകട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്. ദിലീപേട്ടന്റെ തിരിച്ചുവരവ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ അത്യാവശ്യമാണെന്ന് ഒരു സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം. നല്ല തിരക്കഥയുണ്ടെങ്കിൽ പടം 100% ഹിറ്റ് അടിക്കുന്നുള്ള ഒരു സംശയമില്ല. അതിന് തന്നെ ഉദാഹരണമായിട്ട് പറയുന്നത് ലാലേട്ടന്റെ എത്ര പടം പൊട്ടി. അതുപോലെ നല്ല സംവിധായകനും തിരക്കഥയും ഉണ്ടെങ്കിൽ പ്രേക്ഷകർ 100% ഏറ്റെടുക്കുമെന്ന് മറ്റൊരു ആരാധകരും ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. പിന്നെ ബെസ്റ്റ് ഓഫ് ലക്ക് ദിലീപേട്ട, നിങ്ങൾ ചിരിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ചിരിപ്പിച്ചതുപോലെ ഒരാളുടെ മലയാള സിനിമയിൽ ചിരിപ്പിച്ചിട്ടില്ല. നിങ്ങളാണ് എന്റെ സൂപ്പർ ഹീറോ. അറബിക്കടലോളം നീണ്ടു കിടക്കുന്ന സങ്കടങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ഒരു സിനിമ കണ്ടാൽ മതി, സങ്കടങ്ങൾ എല്ലാം മറന്നു പോകും. അതാണ് ദിലീപേട്ടൻ എന്നൊക്കെയാണ് മോളെ ആൾക്കാർ പറയുന്നത്. ഇതിനും ആരാധകരടി, ആരാധകരുടെ കയ്യൊപ്പാടി, ആരാധകരെ നമ്മളും കണ്ട് കേട്ടാ. എടി ഇതൊക്കെ ആരാധകരുടെ കയ്യൊപ്പുകളാടി. ഇതിനെക്കാട്ടി വലുതായിട്ട് ഇനി ഒന്നും കിട്ടാനൊന്നുമില്ല. നീ ഇങ്ങനെ പറഞ്ഞ് ശരിയാണ്. ഇതിനേക്കാൾ ഉപരി ഒന്നും കിട്ടാനില്ല. എന്ത് കിട്ടാനില്ല എന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായി. എന്ത് മനസ്സിലായില്ലേന്ന് ആരാധകർ തന്നെ എന്താ പറയുന്നത്? നിങ്ങൾ തിരിച്ചു വരൂ. അതുപോലെ തന്നെ ചിലര് പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോളൂ. അത് വിമർശകർ. ദിലീപ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഔട്ട് ആവുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടുള്ളതാണ്. അല്ലാണ്ട് ദിലീപിനെ പേടിച്ചിട്ട് ദിലീപിനെ പോലുള്ള ഒരാൾ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. ദിലീപ് എന്തൊക്കെ അറിയാം. ആര് പറഞ്ഞു ഹൂവേ ഇതൊക്കെ? അത് നിനക്ക് അറിയില്ല. അത് നീ എന്തെങ്കിലും കത്തിക്കുത്ത് മാത്രമാണ് സിനിമ പറയുമ്പോ 2K കിട്ടെന്നും പറഞ്ഞ് അടിച്ചമർത്തുന്ന നിങ്ങൾ ഒന്നോർത്തോളോ. ഇനി ഇങ്ങനെ ഇരിക്കുമല്ലേ? മെയ് 9 സിനിമ ഇറങ്ങാൻ പോകുന്നു. നമുക്ക് നോക്കാം. സിനിമ ഇറങ്ങട്ടെ, കാണാം. കണ്ടറിയാന്നല്ല, കാണണം.